നമസ്കാരം. കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബാണ്. ഇത് പറഞ്ഞത് മുൻ പോലീസ് മേധാവി TP സെൻകുമാറാണ്. കേരളത്തിൽ IS ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. ഇത് പറഞ്ഞത് സെൻകുമാറിന് ശേഷം വന്ന സംസ്ഥാന പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റ തന്റെ വിരമിക്കൽ പ്രസംഗത്തിലാണ്. ആരും ഇതൊന്നും മുഖവിലക്കെടുത്തില്ല. ഒരു മാധ്യമങ്ങളും അത് വേണ്ടത്ര ഗൗരവത്തോടെ വാർത്തയാക്കിയതുമില്ല. അതിനുശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസിയായ NIA തീവ്രവാദ ബന്ധമുള്ള നിരവധി പേരെ കേരളത്തിൽ നിന്ന് പിടികൂടി. അതൊക്കെ ഒരു ചെറിയ കോളം വാർത്തയിൽ ഒതുങ്ങി. രാജ്യത്ത് നടന്ന പല തീവ്രവാദി ആക്രമണങ്ങളിലും ചില മലയാളികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. തങ്ങളുടെ സുരക്ഷിതമായ താവളമായി തീവ്രവാദ ബന്ധമുള്ളവർ കേരളത്തെ കണ്ടിരിക്കുന്നു. 2 ദിവസം മുൻപ് തലസ്ഥാന ജില്ലയിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന 306 ലേബർ ക്യാമ്പുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി ബംഗ്ലാദേശ് പൗരന്മാർ നുഴഞ്ഞുകയറുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന നടത്തിയത്. ഇവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുക്കുകയും നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി 54 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 41 കോപ്റ്റ കേസുകളും 8 NDPS കേസുകളും 3 അബ്കാരി കേസുകളുമാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞയാഴ്ച വട്ടിയൂർക്കാവിനടുത്ത് നെട്ടയത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്യാമ്പിൽ നിന്ന് 3 ബംഗ്ലാദേശുകാരെ പോലീസ് പിടികൂടിയിരുന്നു. പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണ് എന്ന തരത്തിലാണ് അവരിവിടെ ജോലി ചെയ്തിരുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള പുഴ കടന്നാണ് ഇന്ത്യയിലേക്ക് കടന്നതെന്നും പിന്നീട് ഏജന്റിന് പണം കൊടുത്താണ് കേരളത്തിലെത്തിയതെന്നുമാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് രഹസ്യാന്വേഷണ വിഭാഗം വിശദമായി അന്വേഷണം നടത്തിയിരുന്നു. ശ്രീകാര്യത്ത് കഴിഞ്ഞ മാസം ആസാം സ്വദേശിയായ ഷാമൽ സാഹ എന്ന നിർമ്മാണ തൊഴിലാളിയെ കല്ലുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇവരുടെ മേൽവിലാസം സ്ഥിരീകരിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആസാമുകാരാണെന്നും ബംഗാളികളാണെന്നും പറഞ്ഞ് തിരുവനന്തപുരം നഗരത്തിൽ താമസിച്ചുവന്ന ഇവർക്ക് തിരിച്ചറിയൽ രേഖകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ട്രെയിനിൽ വെച്ച് തിരിച്ചറിയൽ രേഖകൾ മോഷണം പോയെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. പശ്ചിമ ബംഗാളിലെ പോലീസ് സ്റ്റേഷൻ വെടിവയ്പ് കേസിലെ പ്രതിയായ ഉദ്ധം മണ്ഡൽ ഒളിവിൽ കഴിഞ്ഞതും തിരുവനന്തപുരത്താണ്. ഇയാളുടെ മൊബൈൽ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ കരിമഠം കോളനിയിലാണെന്ന് കണ്ടെത്തി ബംഗാൾ പോലീസ് സ്ഥലത്തെത്തുകയും ഫോർട്ട് പോലീസിന്റെ സഹായത്തോടെ നഗരത്തിൽ പലയിടങ്ങളിലും അരിച്ചുപെറുക്കി പരിശോധിക്കുകയും ചെയ്തെങ്കിലും ഇയാളെ മാത്രം കണ്ടെത്താനായില്ല. പോലീസിനെ വെട്ടിച്ച് ഉദ്ധം മണ്ഡൽ മുങ്ങി. കഴിഞ്ഞ മാസം പശ്ചിമ ബംഗാളിലെ മാൽഡ പോലീസ് സ്റ്റേഷനിലേക്ക് തോക്കുമായി കയറി ചെന്ന ഉദ്ധം മണ്ഡൽ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്ത ശേഷം രക്ഷപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ അഴിഞ്ഞാടുകയാണ് അന്യസംസ്ഥാന പൊന്നോമനകൾ കേരളത്തിൽ. കഴിഞ്ഞ കോവിഡ് കാലത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിന്നിരുന്നപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നിന്ന് 3000-ഓളം അന്യസംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കോട്ടയത്തെത്തിയത് രഹസ്യാന്വേഷണ വിഭാഗത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു. പക്ഷേ കേരളത്തിലായതുകൊണ്ട് പിന്നീട് അതേക്കുറിച്ച് അന്വേഷണമൊന്നും ഉണ്ടായതുമില്ല. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA കേരളത്തിലെത്തി പിടികൂടുമ്പോഴാണ് പല ഭീകരരും തീവ്രവാദികളും നമുക്കിടയിൽ ജീവിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. രാജ്യത്ത് നടന്ന പല ഭീകരാക്രമണങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും പിന്നിൽ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. ഇവിടെയാണ് പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നത്. എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി ബില്ലിനെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ എതിർക്കുന്നത്? ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മതിയായ രേഖകളുള്ള ഒരാൾക്ക് പോലും രാജ്യം വിട്ടു പോകേണ്ടി വരില്ല. പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ പോകേണ്ടി വരില്ല. പിന്നെന്തിനാണ് ഇടതന്മാരും വലതന്മാരും കയറ് പൊട്ടിക്കുന്നത്? ഉത്തരം ലളിതമാണ്. വർഗീയത വളർത്തുകയും നിലനിർത്തുകയും ചെയ്താൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. എന്തായാലും പോലീസ് ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഫലം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.